വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹു റീഡ്സ്. അപ്പം ഓഗസ്റ്റ് 6 വെൻസ്ഡേ സീസൺ 2 പാർട്ട് 1 റിലീസ് ആവാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ മുമ്പായിട്ട് സീസൺ 1 ബുക്ക് വായിച്ച് അതിൻ്റെ ഡിസ്കഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നമുക്ക് നോവലൈസേഷൻ ബുക്ക് ചെയ്താണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഹിസ്റ്ററി, ആഡംസ് ഫാമിലിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആ വീഡിയോ ലിങ്ക് നമുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടും. യെസ്. ഇനി നമ്മുടെ യൂഷ്വൽ സെഗ്മെന്റ്. ഫസ്റ്റ് സെഗ്മെന്റ് എന്താണ്? ആദ്യത്തെ സെഗ്മെന്റ് ഹൗ വി ഫൗണ്ട് ദിസ് ബുക്ക് ആണ്. ഓക്കെ, അത് ബീങ് വെരി ഓണസ്റ്റ്, യൂട്യൂബിൽ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ പൊതുവേ ഈ സിനിമ ചർച്ചകളും സീരീസ് ചർച്ചകളൊക്കെയാണ് കൂടുതൽ. പിന്നെ ദീപ്തി ഒരു മലയാള സിനിമ ഇംഗ്ലീഷ് നോവലാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ വ്യൂവർഷിപ്പ് കൂട്ടാം എന്നുള്ളത് ആലോചിച്ചപ്പോൾ ആണ് ദീപ്തിയുടെ വെനസ്ഡേ സീസൺ 2 ഇറങ്ങാൻ പോകുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ വെനസ്ഡേക്ക് ഇനി എങ്ങാനും വല്ല നോവലുണ്ടോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു ബുക്ക് ഫസ്റ്റ് സീസണിൻ്റെ നോവലൈസേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ നമ്മൾ വാങ്ങി. സോ ദാറ്റ്സ് ഹൗ വി ഫൗണ്ട് ദിസ് ബുക്ക്. യെസ്. ഇനി സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്കാണ്. ഫസ്റ്റ് ബുക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വെൻസ്ഡേ എ നോവലൈസേഷൻ ഓഫ് സീസൺ 1. എഴുതിയത് ടൈലർ കെ മേയ. ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയാം. അതിൽ ബ്ലാക്ക് ഹ്യൂമർ എലമെന്റ്സും ഉണ്ട്. പിന്നെ ഇതിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 3rd September 2024 ആണ്. പെൻഗ്വിനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഹൗ വി ഫെൽറ്റ് അബൌട്ട് ദിസ് ബുക്ക് അതാദ്യം അശ്വിൻ പറയട്ടെ. ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ഡിസ്കഷനിൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബുക്ക് നോവലായിട്ട് വായിക്കുകയല്ല ചെയ്തേ, ഞാൻ ഓഡിയോ ബുക്കാണ് കേട്ടത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ശരിക്കും ആദ്യം ഞാൻ ഓഡിയോ ബുക്ക് കേട്ടപ്പം ഞാൻ ഈ പേജസും കൂടെ അതിനനുസരിച്ച് ഇങ്ങനെ മറച്ചുകൊണ്ടിരുന്നു ഓഡിയോ ബുക്ക് കേട്ടോണ്ട്. അത് ഭയങ്കര ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടം. ഞാൻ സാധാരണ ഓഡിയോ ബുക്ക് കേൾക്കുന്നത് മെമ്മോറി പോലത്തുള്ള ജോണറിലൊക്കെയാണ്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അഗെയിൻ സീസണും കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കണ്ട് നമ്മളിത് ഓഡിയോ കൂടെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു ഫീൽ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ നോവല് നമ്മൾ വായിക്കുന്നു, അതുപോലെ ഓഡിയോ ബുക്ക് കേൾക്കുന്നു, ഇത് സീരിയസ് ആയിട്ട് കാണുന്നു. അപ്പോൾ എത്ര ഒരു നോവലിന് അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് എത്ര ഫോമാറ്റുകൾ വന്നെന്നുള്ളത് ഭയങ്കര എന്നെ അതിശയിപ്പിച്ചു. ഞാൻ ഇൻഫാക്ട് ബുക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഈ ബുക്ക് മാത്രം വായിക്കുന്നവരുണ്ട്, കിൻഡിൽ മാത്രം വായിക്കുന്നവരുണ്ട്, പേപ്പർ ബാക്ക് മാത്രം വായിക്കുന്നവരുണ്ട്, ഹാർഡ് കവർ കളക്റ്റബിളായിട്ട് വാങ്ങിച്ച് വായിക്കുന്നവരും വാങ്ങിച്ച് മാത്രം വെക്കുന്നവരുണ്ട്, ഓഡിയോ ബുക്ക് കേൾക്കുന്നുണ്ട്, കിൻഡിൽ ഫ്രീ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ ദാറ്റ് എൻജോയ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്. ആൻഡ് അഗെയിൻ എനിക്ക് തോന്നുന്നു ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അത് റെലവൻ്റ് ആണെന്നുള്ളതും കൂടെ ഫീൽ ചെയ്തു. കാരണം ഒരു സീരീസ് ആയിട്ട് ഞാൻ ഇത് എൻജോയ് ചെയ്തു, ഒരു ബുക്കായിട്ട് ഞാൻ ഇത് എൻജോയ് ചെയ്തു. ഒരു ഓഡിയോ ബുക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാനും പറ്റി. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇമാജിനേഷനിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വിഷ്വലി ഉണ്ട്. ഞാൻ കാരണം സീരീസ് കണ്ടുവന്നു. അതൊരു പ്രത്യേക ആദ്യത്തെ അനുഭവമായിരുന്നു. ആ അനുഭവം ദീപ്തിക്ക് കിട്ടിയിട്ടില്ല. ദീപ്തി നോവലായിട്ട് ഫുള്ള് വായിക്കി തീർത്ത്. ഇനി ഓഡിയോ ബുക്കിൻ്റെ കാര്യം വരാൻ നേരത്ത് ശരിക്കും നമ്മൾ ആ ഒരു മൊമെൻറ്റിലായിരുന്നു പോലെ. എനിക്ക് ഗെയിം കളിക്കാറിയാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കുന്ന നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ലീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. പിന്നെ ചില എസ്പെഷ്യലി ഒരു മറ്റേ വിച്ചാണെന്ന് പറഞ്ഞ് കത്തിക്കുന്നൊക്കെ ഒരു സീനുണ്ടല്ലോ, അത് ലിറ്ററലി ടീയേഴ്സ് ഫിൽ മൈ ഐസ്. അങ്ങനെ അത് ഫീൽ ചെയ്യാൻ പറ്റി. അത് ഓഡിയോ വായിച്ചത്. അപ്പോൾ ഓഡിയോ ബുക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണുനീർ എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ എനിക്കത് തോന്നി. പിന്നെ ഇത് നരേറ്റ് ചെയ്തേക്കുന്ന ആളിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അത് ഞാൻ പറയാണ്. ഡീറ്റെയിൽസ് ഓഫ് ബുക്കിൽ നമ്മൾ സാധാരണ പറയാറ്, എന്നാലും ഇതിൽ തന്നെ പറയാം. അപ്പോൾ നരേറ്റ് ചെയ്ത ആൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടറാണ്. ഹർ നെയിം ഇസ് ഇനസ് ഡെൽ കസ്റ്റീലോ. അപ്പോൾ പുള്ളിക്കാരി ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ട് ബൈലിംഗൽ ആക്ട്രസ് ആണ്. അപ്പോൾ ആക്ട്രസ് ആയ മാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പുള്ളിക്കാരിയുടെ ആദ്യത്തെ നരേഷൻ അല്ല ഇത്. പുള്ളിക്കാരി ആർ.എൽ. സ്റ്റൈനിൻ്റെ ഗൂസ്ബംപിൻ്റെ ഒരു ബുക്ക് നരേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദിസ് ഡൊമൈൻ നരേഷനിലാണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ സീരിയസ് കാണുന്ന അതേ ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ കേട്ടതുപോലിരിക്കും. അത്ര ഭംഗിയായിട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ പുള്ളിക്കാരൻ നരേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇറ്റ്സ് എ വർത്ത് എക്സ്പീരിയൻസ്. അത് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമെങ്കിൽ നിങ്ങൾ ആ ഒരു ഓഡിയോ ബുക്ക് ഓഡിബിൾ അവൈലബിൾ ആണ്. കേട്ട് നോക്കിയാൽ ഒരു നഷ്ടമില്ല. ഓക്കെ, പിന്നെ ഈ ഒരു നോവലൈസേഷൻ സീരീസിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ബ്ലാക്ക് കോമഡി, ബ്ലാക്ക് ഹ്യൂമർ ഭയങ്കരമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. സീരീസിൽ നമ്മൾ കണ്ടങ്ങ് പെട്ടെന്ന് പോകത്തില്ലേ ഉള്ളൂ. പക്ഷേ ഈ നോവലൈസേഷനിൽ വരാൻ നേരത്ത് ശരിക്കും അത് എൻജോയ് ചെയ്യാനുള്ള, പോസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചിരിക്കാനോ അതിനെക്കുറിച്ച് ഓർക്കാനൊക്കെ ഉള്ള ഒരു ഫീൽ എനിക്ക് വന്നു. പിന്നെ ഇതിൻ്റെ
ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഓഡിയോ ബുക്ക് ആയതുകൊണ്ടായിരിക്കാം ഞാനിത് റീവിസിറ്റ് ചെയ്യുന്ന ഉറപ്പാണ്. ഇപ്പോൾ കാറിൽ പോകുമ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഇത് ഒന്നും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് കേൾക്കാൻ നമുക്ക് ഫീലിംഗ്. ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് തോന്നണമെന്നില്ല. ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് സീസൺ ഇറങ്ങിയാലും നമ്മളത് കാണാറില്ല. പക്ഷേ ഇത് റീവിസിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരുന്നു ഓഡിയോ ബുക്ക് കേട്ടപ്പോൾ. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ഫെൽറ്റ്. ഓവർ ടു യു. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കത് ഭയങ്കരമായിട്ട് ആ നെവർ മോറിന്റെ ലോകത്തങ്ങ് ഇരുന്ന് വായിച്ച പോലെ ഉണ്ടായിരുന്നു. ഈ സീരീസ് കണ്ടതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ സംശയമുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഈ സീരീസ് നമ്മൾ കാണുന്നതിനെക്കാട്ടും കൂടുതൽ സമയം നമ്മൾ നോവലുമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് കുറച്ചുകൂടെ കൂടുതൽ അടുപ്പം തോന്നുകയും എല്ലാം ചെയ്യും. നീ പറഞ്ഞ പോലെ അതിന് ഭയങ്കരമായിട്ട് ആ ലോകത്തിൽ ഇമ്മേഴ്സ്ഡ് ആയി. എനിക്ക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സീരീസ് കണ്ടിട്ട് നോവൽ വായിച്ചിട്ടും അതിലൊട്ടും ബോറടിക്കുവോ ഇത് കണ്ടതാണല്ലോ അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വെൻസ്ഡേയുടെ മനസ്സിലേക്ക് കൂടുതൽ ഒരു ആക്സസ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. വെരി ട്രൂ കേട്ടോ, സത്യം. കണ്ടപ്പോ നമുക്ക് അത്രയും കിട്ടില്ല. നമ്മൾ അതേ തോട്ട് പ്രോസസ്സിലെത്തി അല്ലേ? അതെ അതെ, കുറെ കൂടി അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയ പോലെ ഉണ്ട്. വെൻസ്ഡേ എങ്ങനെയാണ്, എന്താണ് ഫീൽ ചെയ്യുന്നത് ഓരോ സമയത്തും, അങ്ങനെയൊക്കെ എനിക്ക് so they justified why they made it as a book after a series. എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു മൂവി അല്ലെങ്കിൽ ഒരു സീരീസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ നോവലായിട്ട് എഴുതുന്നതെന്ന് വിചാരിച്ചാൽ അത്രയും സമയം കൊണ്ട് പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു മൂവി ഒരു നോവലായിട്ട് എഴുതിയോണ്ട് എനിക്കറിയാം നമുക്കൊരിക്കലും പറഞ്ഞു വെക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളും നമുക്ക് എഴുത്തിൽ കൊണ്ടുവരാൻ പറ്റും. എഴുതുന്ന ഒരു ബുക്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത് ഭയങ്കര. പിന്നെ അത് പറഞ്ഞപ്പോ ഞാൻ കൂടെ പറയുകയാണ്, അതായത് ഈ ഒരു നോവലില് കണ്ടന്റ് നമ്മൾ കണ്ടപ്പോൾ വിഷ്വലി അത് കാണിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നുള്ള ആ കഷ്ടപ്പാടും ഫീൽ ചെയ്തു. അത് വി ഗോട്ട് ഇറ്റ്. കാരണം ഇറ്റ് വാസ് നോട്ട് ഈസി. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കാണുന്നു, സീരീസ് കാണുന്നു, നമ്മൾ അത്രയും കണ്ടങ്ങ് ഇറങ്ങുമ്പോൾ നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ എഴുതി വെച്ചേക്കുന്ന സാധനത്തിനെയാണ് അവർ അത്രയും വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത്രയും എടുത്ത എഫേർട്ട് ഐ ഫെൽ ലൈക്ക് അതിനേക്കാൾ എളുപ്പം ബുക്ക് എഴുതുന്നത് തന്നെയാണ്. കാരണം സിനിമ എടുക്കുന്നതിന് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഡയറക്ഷൻ സൈഡ്, നരേഷൻ, അതെങ്ങനെ ആ ഒരു സന്ദർഭത്തിന് അവരെങ്ങനെ അതിനെ കാണിച്ചിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാമല്ലോ ഇത് വായിക്കുമ്പോൾ. അപ്പോൾ അത് they have done a brilliant job, but still ആ ഒരു തോട്ട് പ്രോസസ്സിലും ആ ഒരു ക്യാരക്ടറിനും ഒപ്പം നമുക്ക് സഞ്ചരിക്കാനായിട്ട് this will again help, and that is another reason ഇതൊരു ബുക്കായിട്ട് ഇറങ്ങിയത്. ഈ ബുക്കും കൂടെ വായിച്ചപ്പോൾ ഈ സീരീസ് കാണാനുള്ള, അടുത്ത സീസൺ കാണാനുള്ള ആ ഒരു ഇതും കൂടി ഇപ്പൊ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്, റിലീസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സീസണിന്റെ ഒരു റീക്യാപ്പ് പറയാന്ന്. പക്ഷെ അത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. യെസ്, ഓക്കെ. അപ്പം ഇത്രയൊക്കെ തന്നെ ഞാൻ പറയാനുള്ളത്. ഉദ്ദേശിച്ചെല്ലാം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞോണ്ടൊന്നും അറിയില്ല. ഇല്ല, എല്ലാം ഓക്കെ, റൈറ്റ്. അപ്പൊ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് കോട്സ് ദാറ്റ് ടച്ച്ഡ് us ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ പറയുന്ന ഓരോ ബ്ലാക്ക് ഹ്യൂമർ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം എനിക്ക് കോട്ടായിട്ട് എഴുതി വെച്ചിട്ട് എപ്പോഴെങ്കിലും ഇരുന്ന് ചിരിക്കാൻ തോന്നിയിട്ടുണ്ട്. അത്രയും ഫീൽ വന്നായിരുന്നു. പക്ഷേ ഐ തിങ്ക് യു ഹാവ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് കോട്ട് ഞാൻ വായിക്കാം. ഓഫ് എവ്രി വൺ ലൈക്ക് ഹർ ഹു പ്രയോറിറ്റൈസസ് പബ്ലിക് ഒപ്പീനിയൻ ഓവർ ദ ട്രൂത്ത് ഓവർ ജസ്റ്റിസ്. ഇതിപ്പം ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. എന്ന് വെച്ചാൽ പലരും പബ്ലിക് ഒപ്പീനിയനെ ട്രൂത്തിന് മേളിലും ജസ്റ്റിസിന് മേളിലും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ താഴെ വരുന്നുള്ളൂ സത്യം, അതിന്റെ താഴെ വരുന്നുള്ളൂ ജസ്റ്റിസ്. ഇപ്പം ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഒരച്ഛന് ഞാനത് എങ്ങനെ നടത്തി, ഇപ്പം ഞാൻ ഇത്രയും സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ടാണ് നടത്തിയത്, ഞാൻ ഇത്രയും പേരെ വിളിച്ചിട്ടാണ് നടത്തിയത്, ഞാൻ ഇത്ര വലിയ ഓഡിറ്റോറിയത്തിൽ ഇത്രയും കാശ് ചെലവാക്കിയിട്ടാണ് ഞാൻ നടത്തിയത്, ഞാൻ ഇങ്ങനെയൊക്കെ നടത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനകത്തത് റെലവെന്റ് ആയിട്ടുള്ളത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. എന്നാലും ഈ ഒരു കോട്ട് വായിച്ചപ്പോൾ എനിക്ക് അതെല്ലാം ഓർമ്മന്നുള്ളതാണ്. ദാറ്റ് ആക്ച്വലി സ്പീക്സ് അബൌട്ട് ക്യാരക്ടർ അല്ലേ, ഒരു പൊതുവെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് എന്നുള്ളത് വെനസ്ഡേ പറയുന്നതായിട്ട് അങ്ങനല്ലേ? അതെ, അങ്ങനെയാണ്. കൂടുതൽ ആൾക്കാരും പബ്ലിക് ഒപ്പീനിയനെ ആണ് കൂടുതൽ വില കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ റീസെന്റ് ആയിട്ട് കണ്ട പല വീഡിയോസും കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു, അങ്ങനെ നമ്മൾ പബ്ലിക് ഒപ്പീനിയന് കൂടുതൽ വില കൊടുക്കുമ്പോൾ നമ്മൾ വേറൊരാളെ ചിലപ്പോൾ ഹാം ചെയ്യുന്നുണ്ടാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഭയങ്കര നല്ല ഒപ്പീനിയൻ പറയുന്ന ഒരാളെ ശരിക്കും എനിക്ക് പേടിയാ. എന്ന് വെച്ചാൽ അയാൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം, അയാൾ ആരെയൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം ഈ പബ്ലിക്കിന്റെ കണ്ണിൽ ഭയങ്കര നല്ലതായിട്ട് നിൽക്കാൻ
എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭയങ്കര thoughtful ഫാമിലി ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും. ഞാൻ അതിൽ ബ്ലാക്ക് ഹ്യൂമർ ഇത്രയും വലിയൊരു സീരിയസ് തോട്ട് ഉണ്ടെന്നത് കൊള്ളാം. പിന്നെ അടുത്ത കോട്ട് എന്ന് പറയുന്നത് ഐ കൺസിഡർ ടേക്കിംഗ് അപ്പ് റെസിഡൻസ് ഇൻ ദ കേവ് ആസ് വി പാസ്, നെവർ സ്പീക്കിംഗ് ടു അനദർ ഹ്യൂമൻ ബീങ് അഗെയിൻ. ടിപ്പിക്കൽ ക്യാരക്ടർ ഓഫ് വെനസ്ഡേ. ടിപ്പിക്കൽ ക്യാരക്ടർ ഇവിടത്തെ വെനസ്ഡേ, നമ്മുടെ മലയാളികളുടെ വെനസ്ഡേ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു കേവിനകത്തോ അല്ല, ഞാൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ വന്നപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഒരു കുഴി ഒഴിച്ചിട്ട് അവിടെ എങ്ങനെ എടുത്തങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു, ഇത്രയും കാലം അതിന് ആരെയും കാണാൻ വേണ്ട, ആരടുത്ത് സംസാരിക്കാൻ വേണ്ട, അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത്രയില്ല. ഞാനൊരു 6 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ കുറേ നേരം എല്ലാവരുമായിട്ട് സൊസൈറ്റിയുടെ അടുത്തൊക്കെ ഈ സോഷ്യലൈസ് ചെയ്തൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് പിന്നെ കുറച്ച് നേരം ഡെസ്കിൻ്റെ അടിയിൽ പോയി ഇരിക്കണമായിരുന്നു. എനിക്ക് മാത്രമായിട്ട് സമാധാനമായിട്ട് ആരോട് സംസാരിക്കാതെ വേറെ ആരും എന്നെ കാണാതെ ഇരിക്കാനായിട്ട് ഞാനിങ്ങനെ ഡെസ്കിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ക്ലാസ്സിലൊരു കൊച്ചു വന്നിൻ്റെ അടുത്ത് ചോദിച്ചു, താൻ എന്താ അവിടെ എലിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഈ കോട്ട് കണ്ടപ്പോൾ. ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ. എല്ലാവരുമായിട്ട് ഒത്തിരി പേര് വേണം, ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ചുറ്റും ആള് വേണം എന്നുള്ളത്. അതെ അതെ, അപ്പൊ അത് രണ്ടും കൂടെ വന്നപ്പോൾ ബാലൻസ്ഡ് ആയി. ഇനി വേറെ കോട്ടുണ്ടോ? ഇല്ല, വേറെ പറയാനുണ്ടോ? ഇല്ല, എനിക്ക് അതിൽ എല്ലാ ഹ്യൂമർ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഈ ചില കാർഡ്സ് ഒക്കെ ആയിട്ട് കിട്ടില്ലേ, അങ്ങനെ കാർഡ്സ് ആയിട്ട് ഇറക്കിയാലോ എന്ന് പോലും എനിക്ക് ഐഡിയ തോന്നി. ശരിയാ, നല്ല രസമുള്ള ബ്ലാക്ക് ഹ്യൂമർ വരുന്ന സെന്റൻസ് ഇഷ്ടം പോലെയാണ്. ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി കോട്ട്സ് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ട് ഈ കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു കോട്ടും പിന്നെ എന്റെ ലൈഫിന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കോട്ടും ആയതുകൊണ്ട് ഞാൻ അത് രണ്ടും എടുത്തത്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് പ്രൈസിങ് ആൻഡ് ഓഫേഴ്സ് ആണ്. ഇപ്പം ആമസോണിൽ പേപ്പർ ബാക്ക് 39% ഓഫിലുണ്ട്. 39% ഓഫ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൈസ് 304 ആണ്. ഹാർഡ് കവർ ആണെങ്കിൽ 25% ഓഫിനുണ്ട്. ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് 1328 ആണ്. കിൻഡിൽ എഡിഷൻ 288.80 കിടപ്പുണ്ട്. ഇതാണ് ആമസോണിലെ പ്രൈസ്. എല്ലാ ഫോർമാറ്റിന്റെ ലിങ്ക് നമ്മൾ ഇടും, ഓഡിയോ ബുക്കിന്റെ ഉൾപ്പെടെ ഇടും ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത മാസത്തെ റീഡ് ഏതൊക്കെയാന്ന് അറിയണ്ടേ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ എക്സൈറ്റഡ്. അപ്പോ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്ന എഴുത്തുകാരി, നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരി. അതെ, പക്ഷെ ലോകം മുഴുവനും അറിയപ്പെടേണ്ട ഒരാളാണ്. ഭയങ്കര നല്ലൊരു റൈറ്ററാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമുള്ള റൈറ്ററാണ് ഹൈറനിസായെ. അപ്പോൾ മാമിന്റെ ബുക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പിള്ളേരുടെ ഇടയിലൊക്കെ ആണെങ്കിലൊക്കെ ഒത്തിരി ഹിറ്റാണ്. അപ്പോൾ ഇത് പുള്ളിക്കാരി ഒരു യാത്ര ചെയ്തതിന്റെ ഹ്യൂമർ ഒരു ട്രാവലോഗ് ആണ്, പക്ഷെ അതൊരു ഹ്യൂമറസ് ട്രാവലോഗ് ആണ്. അത് അങ്ങനത്തെ ഒരു ട്രാവലോഗ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ വായിച്ചതിലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പല വർക്കും മാമിന്റെ വായിച്ച് കുറച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയേണ്ട വർക്കാണ്. ബെസ്റ്റ്ലാൻഡ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ചർച്ചയാകും എന്ന് ഉറപ്പാണ്. ആ രീതിയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് വായിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ബാക്കി ഈ പറഞ്ഞ ട്രാവലിൽ വരുന്ന കോമഡി എന്ന് പറയുന്നത് അതൊരു ഫീലാണ്. മാം ഭയങ്കര നല്ലൊരു കിട്ടിലായിട്ട് മാമിന്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നതേ ഹ്യൂമർ ആണ്. അതെ അതെ. അപ്പൊ അത് ട്രാവലോഗിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. മാം മാത്രല്ല, സാറും ഉണ്ട്. മാമും തന്റെ ഹസ്ബൻഡും മാമിന്റെ മോനും മാമിന്റെ ഡോട്ടർ ഇൻ ലോയും ആണ് നിൽക്കുന്നത്. കവറും ഭയങ്കര യു എസിലോട്ടുള്ള യാത്രയാണ്. അപ്പം ബാക്കിൽ മൊത്തം കാണിച്ചേക്കുന്ന യു എസിലെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ഇത് യു എസിന്റെ ഫ്ലാഗിന്റെ ഒരു ടെക്സ്ചർ അല്ലേ, അതായത് റെഡ് കളർ എല്ലാം അങ്ങനെ. അതിന്റെ പുറകിലും ഒക്കെ അതിനെ റിലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. രസമാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ മസ്റ്റ് റീഡ്. അപ്പം നമ്മുടെ ഒപ്പം വേണമെങ്കിൽ വായിച്ചു തുടങ്ങാം. ഈ മാസത്തെ ഞങ്ങളുടെ ഫസ്റ്റ് റീഡ് അതാണ്. അതെ അതെ, കറക്റ്റ്. ഈ മാസത്തെ ഞങ്ങളുടെ സെക്കൻഡ് റീഡ്. അതെ, ഈ ഒരു എഴുത്തുകാരനെ നമുക്കറിയാം. പുള്ളിയുടെ പേര് അഭിരാം രവികുമാർ എന്നാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്കാരനാണ്, പക്ഷേ ഹീ റിയലി വോണ്ട് ടു ബി എ റൈറ്റർ. അങ്ങനെ പുള്ളി എഴുതിയ 5 ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷനാണ്. അതിൽ 5ാമത്തെ ഒരു മിനി നോവലെ പറയാം അല്ലേ, നോവല പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് പറയാം. ഇതും ഈ പറഞ്ഞ പോലെ ആമസോണിലും വേൾഡ് വൈഡ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 5 കഥകളാണ് ഈ ഓരോ കവറിൽ
പറഞ്ഞു ഇതൊരു കഥ ഇതൊരു കഥ ഇതൊരു കഥ ഇതൊരു കഥ. ഇത് 4 അല്ലാത്ത ഒരു കഥ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കവറാണ്. ഇപ്പൊ നോവല അതിലൊരു ക്യാരക്ടറാണ് ഈ ഫോക്സ്, അതാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ആ മൊത്തത്തിലുള്ള കവറിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ ഫോക്സിന്റെ കാൽപ്പാടുകളും ഉണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ് 5 ഷോർട്ട് സ്റ്റോറി വരുന്നത്. ആൻഡ് ഇത് പുള്ളിക്കാരുടെ തുടക്കം മാത്രമാണ്. അടുത്ത പുള്ളിയുടെ നോവലും ഇതാ കവറിന്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ഈ 2 ബുക്കിന്റെയും ആമസോൺ പർച്ചേസ് ലിങ്ക് നിങ്ങൾക്ക് തരാം. ഞങ്ങളുടെ ഒപ്പം വായിച്ച് ഞങ്ങളുടെ അഭിപ്രായം കേട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ഇറ്റ് ഔട്ട്. യെസ്. ഇനി ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അതായത് വരുന്ന 3-ാം തീയതി ഓഗസ്റ്റ് ഒരു ലൈവ് വരുന്നുണ്ട്. യൂട്യൂബിലല്ല, ആമസോണിലാണ്. അപ്പോൾ $1 ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു വിളിപ്പേര് എനിക്കുണ്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സോ ലൈക്ക് എ സൈഡ് മൂവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഓതേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ജേർണി. അങ്ങനെ കിട്ടിയൊരു നിക് നെയിമാണ് $1 ഇൻസ്ട്രക്ടർ. സോ $1 മാത്രമേ വാങ്ങുള്ളായിരുന്നു ആൾക്കാരെ കൺസൾട്ട് ചെയ്യാനായിട്ട്. അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ പ്രകാരം ആമസോണിൽ ബുക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ആമസോൺ ലൈവ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് വീഡിയോ വരുന്നുണ്ട്. സംസാരിക്കുന്ന ടോപ്പിക്ക് വളരെ റെലവൻറ്റും ഒരുപാട് പേർക്ക് ആശങ്കയുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI പവേർഡ് ബുക്സ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ 3 ബുക്കുകളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്കും നമ്മളെവിടെ ഇടും, ഡിസ്കഷൻ ഇടും. അപ്പോൾ അഗെയിൻ അപ്പോൾ സി യു. അപ്പോൾ $1 ഇൻസ്ട്രക്ടർ ഷോ എന്നാണ് ആമസോണിൽ ലൈവ് വരുമ്പോൾ അതിൻ്റെ പേരും വരുന്നത്. ഓക്കെ. സോ ഒരാളെയും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇത് ഞങ്ങൾ വിയറ്റ്നാമിന്റെ വാങ്ങിച്ചാണ്. വെൻസ്ഡേ ഞങ്ങൾ പണ്ട് മുതലേ ഭയങ്കര ഫാൻസാണ്. ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ വാങ്ങിച്ചു. അത്രയും എനിക്കൊന്ന് ഷിപ്പ് ചെയ്ത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടും? ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ. സീ യു. ബൈ.